ഇതാണ് ഇവിടെ ചായ മൻസ ചീര എന്ന് പറയുന്നത്. നമ്മൾ വെട്ട് നിർത്തിയ കേട്ടോ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത്. ഇത് നമ്മളൊരു സർവ്വയോഗ സംഹാരി ആയ ഒരു ചീര കേട്ടോ. ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. ഒരു മെക്സിക്കൻ ചീരയാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ഉണ്ടാവും. ഇതിൻ്റെ ഇല നമ്മൾ തണ്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു കറയുണ്ട്. ആ കറ നമ്മൾ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് കളഞ്ഞതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇതിനകത്തൊരു ചെറിയ രീതിയിൽ സയനൈഡിൻ്റെ ഒരു അംശമുണ്ട് കേട്ടോ. അത് ഈ കപ്പയിലൊക്കെ ഉള്ളതുപോലെ, കപ്പയെ നമ്മൾ വേവിച്ച് നന്നായിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു കുറഞ്ഞ ഒരു 20 മിനിറ്റേലും നമ്മൾ വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേണം തോരൻ ഉപയോഗിക്കാൻ. ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു ഇലയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ചായ മൻസ എന്നാണ് അതിന് പറയുന്ന പേര് കേട്ടോ. നമ്മൾ 20 മിനിറ്റോളം വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ വെള്ളത്തിൽ നിന്ന് 20 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചു കേട്ടോ. 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. നമ്മൾ ആ വെള്ളത്തിൽ നമ്മൾ ഇതിനെടുത്ത് ഒരു പച്ചവെള്ളത്തിലോട്ട് മാറ്റണം. പച്ചവെള്ളത്തിൽ മാറി അതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളാംശം മുഴുവനും കളഞ്ഞിട്ട് വേണം തോരൻ ഉപയോഗിക്കാൻ കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞ് നല്ല ഒതുക്കി പിഴിയണം. നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് തോരൻ ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ചെറിയ രീതിയിലുള്ള വിഷാംശം എല്ലാം പോയി നമുക്കൊരു നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ഇലയായി മാറും. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തേങ്ങ, ഇത്രയും സാധനമാണ് നമുക്ക് അരപ്പിന് വേണ്ടി വേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ സവാള, വേണമെന്നുണ്ടെങ്കിൽ വഴറ്റാൻ നേരത്ത് വേണമെങ്കിൽ വഴറ്റി വേണം ചേർക്കാൻ കേട്ടോ. നമ്മുടെ സാധാരണ രീതിയിൽ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് തോരൻ വെക്കുന്നത്. ഇത് അലുമിനിയം പാത്രം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അടികട്ടിയുള്ള ഇരുമ്പ് ചട്ടി അല്ലെങ്കിൽ നമ്മുടെ മൺചട്ടി. അപ്പം എണ്ണ ഒഴിച്ച് ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരപ്പിട്ടൊന്ന് പച്ചമണം മാറണം വരെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആ അരപ്പ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാത്തിലും പോലെ ചതച്ചെടുത്താൽ മതി. അപ്പം ചതച്ചത് ഒന്ന് പച്ചമണം മാറണം വരെ നമ്മളൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചായ മൻസയുടെ ഇല ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മളത് ആ വെള്ളപ്പൊക്ക സമയത്ത് കുറച്ച് വെട്ടിക്കളഞ്ഞായിരുന്നു. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റാം. ഇലയൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചതുകൊണ്ട് ഒരു 10 മിനിറ്റ് മതി. അടച്ച് വെച്ച് ആവി കയറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ചായ മൻസയുടെ തോരൻ നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ ആയി കഴിയും. കുറച്ചുകൂടെ ഇല ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്.